ഹായ്, അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിലാണ് കേട്ടുള്ളത്. നമ്മുടെ രഞ്ജിത്തേട്ടന്റെ JCBയിലാണ് നമ്മളുള്ളത്. ഇത് കണ്ടോ, ഇന്ന് അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ടോറസ് ലോറികളൊക്കെ അതുവഴി കടന്നു പോകുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ലോഡിംഗ് ആണ് കേട്ടോ. നമ്മുടെ റെഡി മിക്സിന്റെ പ്ലാന്റിലേക്കുള്ള മെറ്റീരിയൽസ് ലോഡിംഗ് ആണ്. ഇതേ സൂര്യനൊക്കെ നല്ല തുളച്ച് കയറി വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഓരോരോ മെറ്റീരിയൽസ് നമ്മുടെ പ്ലാന്റിന്റെ ബിന്നിലോട്ട് ഇങ്ങനെ നിറക്കുകയാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ പ്ലാന്റിന്റെ ബിന്ന്. ഇതിലോട്ട് ഇങ്ങനെ ഓരോ മെറ്റീരിയൽസ് ഇങ്ങനെ നിറച്ച് വിടണം. അപ്പൊ ഓരോ ബോക്സും പല പല മെറ്റീരിയൽസ് ആണ്. അതെല്ലാം ഇങ്ങനെ ഓരോ രീതിയിൽ 4 ബോക്സ് ഉണ്ട് കേട്ടോ. അപ്പൊ 4 ബോക്സും ഇങ്ങനെ നിറച്ച് ഫില്ലാക്കണം. മൊത്തം പരിപാടികൾ ഇങ്ങനെ തകൃതി വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ താറിങ്ങിന്റെ പ്ലാന്റും ഇന്ന് സ്റ്റാർട്ടായിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ലോറിയൊക്കെ ഇവിടെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് എവിടെയൊക്കെയോ താറിങ്ങിന്റെ പരിപാടി ഉണ്ട്. നമ്മുടെ ലോഡറും അതുപോലെ തന്നെ എല്ലാ വണ്ടിയും ഇന്ന് പണിയുണ്ട്. ലോഡറുടെ സൈഡിലൂടെ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓരോരോ മെറ്റീരിയൽസ് ആയിട്ട് നമ്മുടെ ബിന്നിലോട്ട് ഇങ്ങനെ ലോഡാക്കി വരുന്നുണ്ട്. ഇപ്പൊ 20 മെറ്റീരിയൽസ് കോരിക്കൊണ്ടിരിക്കുന്നുണ്ടോ. മല പോലെ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഇങ്ങനെ കോരി കോരി എടുക്കുകയാണ്. ഇന്ന് അത്യാവശ്യം നല്ല വെയിൽ വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ 2 ദിവസമായിട്ട് മഴയുടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ താറിങ് പരിപാടികളൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പ്ലാന്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. നല്ല ഇടിവെട്ട് വെയില് വന്നിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടാങ്കർ അതാ നമുക്ക് മിക്സിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ടാങ്കിലോട്ട് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന നീല പേരലൊക്കെ നമ്മുടെ കോൺക്രീറ്റ് ചേർക്കാനുള്ള കെമിക്കലിന്റെ പേരലാണ് കേട്ടോ. പെട്ടെന്ന് സെറ്റ് ആവാനൊക്കെ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. അപ്പൊ നമ്മുടെ കോൺക്രീറ്റിന്റെ പ്ലാന്റിന്റെ ബിന്നൊക്കെ നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ താറിങ് പ്ലാന്റിനടുക്ക് ചെറിയ പരിപാടി ഉണ്ട് കേട്ടോ. അവിടുന്ന് വേസ്റ്റായി വരുന്ന സ്ലെറി ഒന്ന് കോരി സൈഡിലോട്ട് മാറ്റിയിടണം. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. കണ്ടോ, നമ്മുടെ ബിന്നൊക്കെ നമ്മൾ ഫുള്ളായിട്ട് നിറച്ചു കഴിഞ്ഞു. അപ്പൊ ഇവിടെ ആയിട്ട് താറിങ് പ്ലാന്റില് നമ്മുടെ ടിപ്പർ വെച്ച് ലോഡ് ചെയ്യുന്നുണ്ട്. ഇതേ താറിന്റെ മിക്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ ലോഡർ ദേ ഇവിടെ കിടപ്പുണ്ട്. ഇന്ന് അത്യാവശ്യം 1, 2, 3 വണ്ടിക്ക് താറിന്റെ പരിപാടി ഉണ്ട് കേട്ടോ. ഒന്നിതാ ഇവിടുന്ന് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ 2 വണ്ടികൾ ഇതേ ഇവിടെ പെൻഡിങ്ങിലാണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ താറിങ്ങിന്റെ പ്ലാന്റിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഏതാണ്ട് ഇവിടെ ലോഡായി. നമ്മുടെ ദില്ലാടന്റെ വണ്ടിയാണ്. ദില്ലാടന്റെ വണ്ടിയല്ല കേട്ടോ, ബിബിയാടന്റെ വണ്ടിയാണ്. അപ്പൊ നമുക്ക് ഈ സ്ലെറിയൊക്കെ കോരി മാറ്റണം. അതാണ് നമ്മുടെ പരിപാടി. ഇവിടെ കണ്ടിക്കോ, ഇഷ്ടം പോലെ ചളി പോലെ കിടക്കുന്ന സാധനമാണ് സ്ലെറി. അപ്പൊ നമ്മളിതാ സ്ലെറി ഇങ്ങനെ കോരി കോരി ഇടുന്നുണ്ട്. ഇതേ ഇത്രത്തോളം കോരി ഇട്ട് കഴിഞ്ഞു. അതേപോലെ നമ്മുടെ ടോറസ് ലോഡായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല ചൂടുള്ള താർ മിക്സ് ഇതേ ഇവഴി കടന്നു പോവാണ്. ഇന്ന് എവിടെയാ താറിങ്ങെന്ന് അറിയില്ല. കണ്ടോ, നമ്മുടെ പ്ലാന്റ് കണ്ടോ. ഇനി ഈ കാണുന്ന സ്ലെറിയും കൂടി നമുക്ക് കോരി മാറ്റണം. എന്നാലാണ് നമ്മുടെ അടുത്ത പരിപാടിയൊക്കെ തന്നെ നടക്കുള്ളൂ. നല്ല രീതിയിലുള്ള മഴക്കാർ ചെറുതായിട്ട് വരുന്നുണ്ട് കേട്ടോ.
മൊത്തം പൊടിയായി കേട്ടോ. അപ്പം ഒന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട്. നമ്മളിത് ഇത്രത്തോളം കുഴിയെടുത്തു. അതേപോലെ ഇത്രത്തോളം സാധനം ഇവിടെ മാറ്റിയിട്ടിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി സാധനം കോരി ഒഴിവാക്കണം കേട്ടോ. അപ്പം നമ്മുടെ ബയ്യ വന്നിട്ട് ഇവിടുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതേപോലെ നമ്മുടെ ലിജി ചേട്ടൻ്റെ വണ്ടി ഇവിടുന്ന് താർമിക്സ് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. വേറെ 2 വണ്ടികൾ പുറത്തായിട്ട് കിടപ്പുണ്ട്. അത്യാവശ്യം നല്ല വെയിലാണ് കേട്ടോ. കണ്ടോ, സൂര്യനൊക്കെ നല്ല ഉദിച്ച് കാരി വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ കുഞ്ഞൻ ടിപ്പറിലോട്ട് ഇതേ താർമിക്സ് വീഴുന്ന ഒരു കാഴ്ച കാണിച്ചു തരാം. നമ്മുടെ നിസാൻ ടിപ്പറാണ് കേട്ടോ. അപ്പൊ അത് കറക്റ്റ് വെക്കണം, ഇല്ലെങ്കിൽ മിക്സ് പുറത്തേക്ക് പോകും. അപ്പൊ നമ്മുടെ കുഞ്ഞൻ ടിപ്പർ ഇതേ പ്ലാന്റിന്റെ അടിയിലോട്ട് റിവേഴ്സ് അടിച്ച് വെക്കുന്നുണ്ട്. ശരിക്കും നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. കുറച്ച് ഹൈറ്റിൽ നിന്നാണ് നമ്മുടെ താറ് ഇങ്ങനെ വന്ന് നിറയുന്നത് കണ്ടോ. നമ്മുടെ കുഞ്ഞൻ ടിപ്പറിനോട്ട് താർ മിക്സ് ഇങ്ങനെ വന്ന് നിറയാണ്. അതേപോലെ നമ്മളിത് ഇത്രത്തോളം കുഴിയെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മല പോലെ കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ സുഹൃത്തുക്കളെ, നല്ല ഇടിവെട്ട് മഴ പെയ്ത് ചോർന്നതേ ഉള്ളൂ. നമ്മുടെ JCB ഇവിടെ കിടപ്പുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഓരോ ടിപ്പറുകൾ ഓരോ പണിയിലാണ്. ഇവിടുന്ന് GSB ലോഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ താറിങ്ങിന്റെ മിക്സിന് വെക്കുന്നുണ്ട്. നമ്മുടെ ജിനുവാട്ടം ഇവിടുന്ന് എന്തൊക്കെയോ പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ലോഡ് ചെയ്ത് വെച്ച താർമിക്സ് ആണ്. മൊത്തം പായൊക്കെ ഇട്ട് മൂടിയിട്ടുണ്ട്. അതേപോലെ ദൂരെയായിട്ട് നമ്മുടെ പ്ലാന്റിന്റെ സൈഡിലോട്ട് സിമെന്റ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജിനുവാട്ടന്റെ വണ്ടി ഇവിടുന്ന് താർമിക്സ് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉപ്പള ഭാഗത്തോട്ടാണ് കേട്ടോ ഇന്ന് വർക്ക് വരുന്നത് മൂപ്പർക്ക്. അപ്പൊ നമുക്കെന്തായാലും ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. കുറച്ച് താറിങ്ങിന്റെ ബില്ല് ലോഡ് ചെയ്യണം ചിലപ്പം. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് മിക്സ് 12 മിക്സ് ലോഡ് ചെയ്യണം. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഡ്രൈ ആയിട്ട് പ്ലാന്റിൽ നിന്ന് വരുന്ന സാധനം കണ്ടോ. ബാക്കിയൊക്കെ നനഞ്ഞ മിക്സാണ്. അങ്ങനെ നമ്മള് വർക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ GSB ലോഡ് ചെയ്യണം. അപ്പോ നമ്മുടെ ദില്ലാടന്റെ വണ്ടി ഇതേ വരുന്നുണ്ട്. ഇതേ ഈ വണ്ടിക്കകത്തോട്ട്, ഇതേ ഈ പോകുന്ന വണ്ടിക്കകത്തോട്ട് നമുക്ക് ഈ കാണുന്ന GSB ലോഡ് ചെയ്യണം. അതേപോലെ ഇതേ കണ്ടോ, നമ്മുടെ നിശാന്താടന്റെ വണ്ടി അവിടെ താർമിക്സ് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സുഹൃത്തുക്കളെ, ഇടിവെട്ട് മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇത് തന്നെയാണ് കേട്ടോ അവസ്ഥ. അപ്പൊ നമ്മളെന്തായാലും നമ്മുടെ ടിപ്പർ ലോറിക്കകത്തോട്ട് GSB ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് ക്ലിയർ ആയിട്ട് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഏത് നിമിഷവും ഇങ്ങനെ മാറി മാറി കളിക്കും. അപ്പൊ നമ്മുടെ ടോറസിന്റെ അകത്ത് JCB കൊണ്ട് ലോഡാക്കിയ കുറച്ച് പണിയാണ് കേട്ടോ. കാരണം കേട്ടോ, ഈ സൈഡിലുള്ള സാധനം തട്ടിപ്പോവും. നമ്മുടെ JCB പരമാവധി ഹൈറ്റിലാണ് ഇപ്പോ പൊക്കിയിട്ടുള്ളത്. ഇത്ര ഹൈറ്റിലാണ് ഈ സാധനം പൊങ്ങത്തുള്ളൂ. അപ്പൊ ഇനി നിറച്ചിട്ട് വേണം മൊത്തത്തിലൊന്ന് ലെവലാക്കി കൊടുക്കാൻ. വെറുതെ കോരിയിട്ടാൽ മാത്രം പോരാ. അപ്പൊ നമ്മള് ടോറസ് ലോറികളൊക്കെ തന്നെ ലോഡാക്കി വിട്ടിട്ടുണ്ട്. ഇപ്പൊ ഇത് നമ്മുടെ പ്ലാന്റിന്റെ ഓവർഫ്ലോ ഇവിടെ വന്ന് നിറഞ്ഞു. അപ്പൊ അതൊക്കെ ഒന്ന് കോരി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഒരു ടോറസ് ഇത് ഇവിടുന്ന് താർമിക്സ് ലോഡാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ഫ്രണ്ടിലും ഒരു വണ്ടിയുണ്ട്. ഇനിയിപ്പോ ഈ വണ്ടി ഫുള്ളായതിനു ശേഷം ഈ വണ്ടി കൂടി ലോഡ് ചെയ്യണം. നേരത്തെ നല്ല മഴയായിരുന്നു, ഇപ്പൊ ഇതേ നല്ല ഇടിവെട്ട് വെയിലർച്ച തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കാസർഗോഡിന്റെ കാലാവസ്ഥ. കണ്ടോ, നല്ല ഇടിവെട്ട് വെയിലാണ്. അപ്പൊ നമ്മുടെ താറിം പ്ലാന്റിലെ പരിപാടിയൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ കോൺക്രീറ്റ് പ്ലാന്റ് പോകണം. അവിടെ ഇപ്പോ നമ്മുടെ പ്ലാന്റ് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ കോൺക്രീറ്റ് ഒക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ അതില് ബിന്നിലൊക്കെ സാധനം കുറഞ്ഞു വരും, അതൊക്കെ ഒന്ന് ഫുള്ളാക്കി ഇടണം. ഇതേ കണ്ടോ, നമ്മുടെ കോൺക്രീറ്റ് പ്ലാന്റില് റെഡി മിക്സ് ലോറി അതാ വന്നിട്ട് ലോഡാക്കുന്നുണ്ട്. ഇപ്പൊ ബിന്നിലെ സാധനങ്ങൾ കുറഞ്ഞു തുടങ്ങി. ഇനി ഓരോ സാധനങ്ങളായിട്ട് നമുക്ക് ലോഡാക്കി പോകണം. നേരത്തെ പെയ്ത മഴ കണ്ടാലും ഇനിയിപ്പോ ഇന്ന് ഫുള്ളായിട്ട് മഴയാണെന്ന് വിചാരിക്കും. ഈ വെയിൽ കണ്ടാലും നമ്മൾ വിചാരിക്കും ഇനിയിപ്പോ മഴയേ പെയ്യില്ല എന്ന്. കണ്ടോ, ആ ഇടിവെട്ട് വെയിലാണ്. കണ്ടോ, ആകാശമൊക്കെ നോക്കിയേ. പക്ഷെ എന്നാൽ പോലും നല്ല മഴ പെയ്യും കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു അന്തരീക്ഷം. ഇവിടെയൊക്കെ കണ്ടോ, നേരത്തെ പെയ്ത മഴയില് ഒലിച്ചു വരുന്ന വെള്ളമാണ് ഈ കാണുന്നത്. ഇതൊക്കെ നേരത്തെ പെയ്ത മഴയില് ഉള്ള വെള്ളമാണ്. മൊത്തത്തിലൊരു പൈപ്പ് തുറന്ന പോലെ വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകുന്നുണ്ട്. നമ്മളെന്തായാലും സാധനങ്ങളൊക്കെ ഇനി ലോഡാക്കാൻ വേണ്ടി പോവാണ്. ഇവിടെയൊക്കെ എംസാന്റെ ഒക്കെ കുറവാണ് കേട്ടോ. ഇപ്പൊ ലോഡിങ്ങിന് ഓരോന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ എംസാന്റ് കോരി എടുത്തിട്ടുണ്ട്. ഇനി നേരെ നമ്മുടെ ബിന്നിൽ കൊണ്ടുപോയി തട്ടണം. ബിന്നില് വലിയ കുഴപ്പമില്ല, സാധനം ഉണ്ട്. അപ്പൊ നമുക്കിന്ന് നൈറ്റ് വർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നേരെ താഴെ കാണുന്ന പ്ലാന്റിലാണ് നമുക്കിന്ന് നൈറ്റ് വർക്ക് ഉണ്ടാവുക. ഇനിയിപ്പോ ഇങ്ങനെ ഓരോ സാധനങ്ങള് തീർന്നു പോകും കേട്ടോ. ഇതിലൊക്കെ ഇപ്പൊ സാധനം ഉണ്ട്, എന്നാൽ ഞാൻ കുറച്ച് സാധനം ഒന്ന് ടോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എടുത്തതാണ്. കണ്ടോ, അങ്ങനെ എംസാന്റ് നമ്മൾ ഇതിൽ നിറച്ചു. ഇപ്പൊ നിറക്കേണ്ട ആവശ്യമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് നിറച്ചാൽ മതി. ഇപ്പൊ കണ്ടോ, നമ്മുടെ റെഡി മിക്സ് വണ്ടിയിലോട്ട് സാധനം പ്ലാന്റ് ഇങ്ങനെ ലോഡാക്കി ഇടുന്നുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഇതുപോലത്തെ വലിയ വണ്ടികളിൽ, റെഡി മിക്സിന്റെ വണ്ടികളിൽ നമ്മുടെ പ്ലാന്റിൽ നിന്ന് മിക്സ് നിറക്കുന്നത്. കണ്ടോ, വണ്ടി ഇങ്ങനെ അടുപ്പിച്ച് വെച്ചതിന് ശേഷം ഇതിന്റെ കൊട്ട കണ്ടോ കറക്റ്റ് ഇതിലോട്ട് ചേർത്ത് വെച്ച് ഇതിലോട്ട് ഇങ്ങനെ നിറയ്ക്കും. അപ്പൊ നമ്മുടെ പ്ലാന്റിൽ നിന്ന് എടുത്ത ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ടിപ്പർ ഇവിടെ തട്ടി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, നല്ല പൊടിയാണ്. ഇതൊക്കെ നല്ല ചൂടുള്ള സാധനമാണ് കേട്ടോ. അതേപോലെ നമ്മുടെ ഡോസറിൻ്റെ അകത്ത് ബാക്കിയുള്ള സാധനങ്ങൾ എടുത്ത് ഡോസർ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ എംസാൻഡുമായിട്ട് ഇതേ വണ്ടി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടെ ഓരോ വണ്ടി ഇങ്ങനെ വന്ന് ഇവിടെ ലോഡും തട്ടി പോകും കേട്ടോ. എംസാൻഡ് കുറച്ച് കുറവാണ് സാധനം, അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ സാധനം തീർന്നു പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. സാധനം തീരുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ സ്റ്റോക്ക് വന്നുകൊണ്ടേയിരിക്കും. അതേപോലെ നമ്മുടെ അടുത്ത റെഡി മിക്സ് ഇതേ പ്ലാന്റിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട് മെല്ലെ പോകുന്നുണ്ട്. ബിന്നിൽ കണ്ടോ, ബിന്നിലിപ്പോൾ സാധനം ഉണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞ് ലോഡാക്കിയാൽ മതി. ഈ മറയായിട്ട് കാണുന്ന ഈ സാധനം നമ്മുടെ JCBയുടെ സൈലൻസറാണേ. കണ്ടോ,
റെഡി മിക്സിന്റെ വണ്ടി ഇത് എവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ലോഡിങ് തുടങ്ങിയിട്ടില്ല. ഇപ്പൊ ഒരു വണ്ടിക്കകത്തോട്ട് ലോഡാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്ലാന്റിൽ നിന്ന്. അതേപോലെ നമ്മുടെ ലോഡർ കൂട്ടനും ഇത് ഇവിടുന്ന് നല്ല കാര്യമായിട്ടുള്ള പണി തന്നെയാണ്. നമ്മൾ ഇന്നലെ വരെ പോയ നമ്മുടെ കുട്ടി വണ്ടി ഇതുവഴി കടന്നു പോകുന്നുണ്ട്. എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. നിർത്താതെയുള്ള ഓട്ടം തന്നെയാണ് കേട്ടോ. വെച്ചടി പോക്കി തന്നെയാണ് മൂപ്പറ്. അപ്പൊ നമ്മുടെ റെഡി മിക്സ് രണ്ടാമത്തെ വണ്ടി ഇവിടെ ലോഡിങ്ങിന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏകദേശം നമുക്ക് ബിന്നിലോട്ട് സാധനം നിറക്കാനുള്ള സമയമായി വരുന്നുണ്ട്. ഇനി ഈ വണ്ടിയിൽ പകുതിയോടെ ലോഡാകുന്നതോടുകൂടി തന്നെ നമ്മുടെ ബിന്നിൽ സാധനം കുറഞ്ഞു വരും. ഇനി അതൊക്കെ ഒന്ന് ലോഡാക്കി വിടണം. നമ്മുടെ താറിങ് പ്ലാന്റ് നല്ല തകൃതിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു വണ്ടിക്കകത്തോട്ട് ലോഡാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പ്ലാന്റിന്റെ പുറത്തായിട്ട് കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്. അത് ലോഡാക്കാൻ വേണ്ടിയിട്ട് വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മുരളിയാട്ടന്റെ ടിപ്പർ വന്നിട്ടുണ്ട്. അതിലോട്ട് ഇനിയിപ്പോ ലോഡ് ചെയ്യണം. അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുകയാണ്. ഇവിടെയൊക്കെ നമ്മുടെ റെഡി മിക്സിന്റെ വണ്ടി നിർത്തിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോ വർക്ക് വന്നാൽ മാത്രമേ അടുത്ത പ്ലാന്റിൽ നിന്ന് മിക്സ് അടിച്ച് തുടങ്ങുള്ളൂ. നമ്മുടെ കോൺക്രീറ്റിന്റെ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പൊ ആ പ്ലാന്റിലേക്ക് വേണ്ട മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകണം. ആ ഗേറ്റിന്റെ പുറത്ത് കാണുന്ന മെറ്റീരിയൽസ് ആണ് നമുക്ക് ലോഡാക്കേണ്ടത്. അപ്പൊ നമ്മുടെ ദിലീപ് വാട്ടന്റെ ഇതുവഴി പോകുന്നുണ്ട് കേട്ടോ. അതേപോലെ നമ്മുടെ അനിയാട്ടന്റെ റെഡിമിക്സ് വണ്ടി വന്നിട്ടുണ്ട്. മൊത്തം തിരക്ക് തന്നെ കേട്ടോ. നമ്മുടെ പ്ലാറ്റ്ഫോം ലോറിയും ഇതുവഴി പോകുന്നുണ്ട്. എന്തൊക്കെയോ സാധനങ്ങൾ കയറ്റാൻ വേണ്ടിയിട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. സാധനങ്ങളൊക്കെ ഇറക്കി തിരിച്ചു പോകുന്നതാണ്. നമ്മുടെ ഒരു ടൈലറിന് ഇന്ന് വർക്കില്ലെന്ന് തോന്നുന്നത്. ഇവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ സൈറ്റിൽ പോയി തിരിച്ചു വരുന്ന വണ്ടികളാണ് കേട്ടോ. അപ്പൊ നമ്മളും നേരെ പുറത്തേക്ക് പോവാണ്. അപ്പൊ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മളെയും വെയിറ്റ് ചെയ്ത് നമ്മുടെ മുരളിയാട്ടന്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇനിയിപ്പോ ഇതിലോട്ട് സാധനം ലോഡാക്കണം. അങ്ങനെ നമ്മുടെ മുരളിയാട്ടന്റെ വണ്ടി ലോഡാക്കി വിട്ടിട്ടുണ്ട്. സൈഡിലോട്ട് പോവാണ് കേട്ടോ. അതേപോലെ നമ്മുടെ താർമിക്സ് മാറ്റി പോകുന്ന വണ്ടി നമ്മുടെ കയ്യാർ ബിബിയുടെ വണ്ടിയാണ് ഈ പോകുന്നത്. ഓരോരുത്തർ ഓരോരോ വർക്കിലാണ് കേട്ടോ. അപ്പൊ നമ്മളതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ വേറെ വണ്ടിക്ക് ഒരു GSB ലോഡ് ചെയ്യാൻ വേണ്ടി പോകണം. GSB ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റിൽ ബിന്നിൽ സാധനം കുറവാണ്. അതും കൂടി ഒന്ന് ലോഡ് ചെയ്യണം. അപ്പൊ നമുക്കിന്ന് കുറച്ച് അധികം തന്നെ പണിയുണ്ട് കേട്ടോ. പ്ലാന്റിൽ ഇപ്പൊ നല്ല ഇടിവെട്ട് വെയിൽ തന്നെയാണ്. അപ്പൊ നമ്മുടെ പ്ലാന്റിലോട്ട് കുറച്ച് സാധനങ്ങൾ ലോഡാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്ലാന്റിന്റെ ബിന്നിലോട്ട് ഇനിയിപ്പോ നമ്മുടെ ഒരു ടോറസിനകത്തോട്ട് GSB ലോഡാക്കണം. അപ്പൊ നേരെ ഫ്രണ്ടിലായിട്ട് നമ്മളെയും വെയിറ്റ് ചെയ്ത് നമ്മുടെ ടോറസ് കിടപ്പുണ്ട്. അതേപോലെ നമ്മുടെ ലോഡർ ഇവിടെ കുറച്ച് പണിയിലാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ ലോഡർ വന്നിട്ട് ഇതൊക്കെ ലോഡാക്കുമായിരുന്നു. അപ്പൊ നമ്മുടെ അനീഷേട്ടന്റെ വണ്ടിയാണ്. ഈ വണ്ടി ഒന്ന് ലോഡാക്കി വിടണം. അതാണ് അടുത്ത പരിപാടി. അപ്പോഴേ നമ്മുടെ റെഡി മിക്സ് പ്ലാന്റിന്റെ ബിന്നൊക്കെ ഫുള്ളാക്കിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒരു വണ്ടിയും കിടപ്പുണ്ട്. ഇപ്പൊ ലോഡിങ് ചെയ്ത് തുടങ്ങിയിട്ടില്ല.
അപ്പൊ ഇനി നമുക്ക് ഫുഡ് കഴിക്കണം, എന്നിട്ട് അടുത്ത വർക്ക് ചെയ്യണം. നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇപ്പൊ ഇടിവെട്ട് വെയിലാണ്. അതേപോലെ നമ്മൾ കുറെ കാലം മുമ്പ് മിസ്സായി പോയ ഒരു സാധനം ഇവിടെ കാണിച്ചു തരാം. നമ്മുടെ ബോക്കേറ്റ് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ ഉപ്പള കുറെ കാലം ഈ മെഷീനിലായിരുന്നു. അപ്പോൾ ആ ചെക്കൻ നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിൽ ഇപ്പം സൈഡായിട്ട് കിടപ്പുണ്ട്. ഇനി നമുക്ക് വണ്ടി ഇവിടെ അങ്ങ് സൈഡാക്കണം, എന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാൻ. ഒരു രക്ഷയുമില്ലാത്ത വെയിലാണ് കേട്ടോ. ഇനിയിപ്പോ ഉച്ചക്ക് ശേഷം ചിലപ്പോൾ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പൊ ഇങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മുടെ എല്ലാ വണ്ടിയും ടോറസ് ലോറികളൊക്കെ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചത് നമ്മുടെ ഒരു ടിപ്പറിലോട്ട് GSP ലോഡാക്കണം. അപ്പം അതൊന്ന് അങ്ങോട്ട് വെച്ചു കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഓരോ വണ്ടികൾ പിറകിലായിട്ട് ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്ന കാണാം. നമ്മുടെ ബിജുവാടന വണ്ടി ഇവിടുന്ന് GSP ഒക്കെ ലോഡാക്കി പോകാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മുടെ ബിജുവാടന വണ്ടി സൈഡിലോട്ട് പോയി. അതേപോലെ തന്നെ നമ്മുടെ ദില്ലാടന വണ്ടി ഇവിടെ GSP ലോഡാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് മൊത്തം വെയിൽ തന്നെയാണ് കേട്ടോ. അതിനിടയ്ക്കൊരു മഴയൊക്കെ പെയ്തു. ഇതാണ് നമ്മുടെ കാലാവസ്ഥ. ആകാശമൊക്കെ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ നമ്മുടെ വീൽ ലോഡർ പുറത്തോട്ടൊക്കെ പോയി വേറെ വണ്ടിക്കകത്തോട്ട് ലോഡൊക്കെ ചെയ്ത് വരുന്നതാണ്. ഇപ്പം ലഞ്ച് ബ്രേക്കാണ് കേട്ടോ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റിലാണ് കണ്ടോ. എല്ലാവരും റെസ്റ്റിലാണ്. നമ്മുടെ ദില്ലാട്ടം ഇതുവഴി വരുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ പണി തുടങ്ങാൻ വേണ്ടി പോവാണേ. അപ്പൊ നമ്മുടെ കോൺക്രീറ്റ് പ്ലാന്റിലെ ബിന്നെല്ലാം കാലിയായിട്ടുണ്ട്. ഇനി മൊത്തത്തിൽ അത് നിറച്ചിടണം. അതാണ് നമ്മുടെ ആദ്യത്തെ പണി. അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി പരിപാടി ഉള്ളൂ. അപ്പൊ നേരെ അങ്ങോട്ടേക്ക് വിടുകയാണേ. അപ്പൊ ആ കാണുന്നതാണ് നമ്മുടെ മെസ്സ്. നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. താറിങ്ങിന്റെ പ്ലാന്റില് പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഡ്രൈ എടുക്കുകയാണ് കേട്ടോ. കണ്ടോ, മൊത്തം പൊടിവാർന്ന് കാണാം. ഇതൊക്കെ GSP ലോഡാക്കിയ വണ്ടിയാണ്. ഇതൊക്കെ സൈഡിലോട്ട് പോകാനുള്ളതാണ്. കാസർഗോഡ് ഫ്ലൈ ഓവറിന്റെ അടിയിലായിട്ട് പോകുന്ന വണ്ടിയാണ് അതൊക്കെ. അപ്പൊ മെറ്റീരിയൽസ് അവിടെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പച്ച കാണുന്ന ഏരിയയിലാണ്, ഈ കാണുന്ന ഏരിയയിലാണ് നമുക്ക് പണി. ഇന്ന് നൈറ്റ് വർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വർക്ക് ഉണ്ടെങ്കിൽ ഈ കാണുന്ന പ്ലാന്റിലാണ് നമുക്ക് പണി. നമ്മുടെ ബോക്കേറ്റ് കണ്ടോ, നമ്മുടെ അങ്ങനെ കിടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ചൂടാണ് കേട്ടോ പുറത്ത്. ചൂടെന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. നല്ല ഹെവി ആയിട്ടുള്ള ചൂടാണ്. ഇപ്പൊ ഒരു മഴ പെയ്താൽ കൊള്ളാമെന്നുണ്ട്. നേരത്തെ ഇതുവഴിയാണ് വെള്ളമൊക്കെ വലിച്ച സ്ഥലം. അതൊക്കെ വറ്റി വരണ്ട് കിടക്കുകയാണ്. മിക്കവാറും കുറച്ച് കഴിഞ്ഞാൽ മഴ പെയ്യും. സാധാരണ അങ്ങനെയാണ് പതിവ്. അപ്പൊ നമ്മൾ ആദ്യത്തെ മെറ്റീരിയൽസ് ആദ്യം പോകുന്ന വഴിക്ക് കുറച്ച് 6 അല്ല കേട്ടോ, ഇത് 12mm മെറ്റീരിയലാണ്. ഈ 12 ആദ്യം കുറച്ച് എടുത്ത് നമുക്ക് ലോഡ് ചെയ്യാം. ഗിയർ മാറ്റണം കേട്ടോ, ഗിയർ മാറ്റാൻ മറന്നുപോയി. നമ്മൾ സെക്കൻഡിൽ ഇട്ടിട്ടാണ് എടുക്കുന്നത്, കാരണം ഇതിന് വലിയ ലോഡൊന്നും വരില്ല. നമ്മൾ GSP ഒക്കെ ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ JC ഫസ്റ്റ് ഗിയറിലിട്ടിട്ട് തന്നെയാണ് എടുക്കാറ്.
അപ്പൊ സുഹൃത്തുക്കളെ, പറഞ്ഞ പോലെ തന്നെ ഇതേ ഉച്ചയ്ക്ക് ശേഷം നല്ല ഇടിവെട്ട് മഴ വരുന്നുണ്ട്. കണ്ടോ, ആകാശമൊക്കെ മൊത്തം കനത്തിരിക്കുകയാണ്. നേരത്തെ ചുട്ട് പഴുത്ത് നിന്ന സ്ഥലമാണ് കേട്ടോ. അതിയായ വെയിലായിരുന്നു. ഇപ്പം ഇതാണ് അവസ്ഥ. കണ്ടോ, കാലാവസ്ഥ മൊത്തത്തിൽ അങ്ങോട്ട് മാറി. നിമിഷ നേരം കൊണ്ടാണ് ഇവിടുത്തെ കാലാവസ്ഥ മൊത്തത്തിൽ ഇങ്ങനെ മാറുന്നത്. അങ്ങനെ അവസാനം മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ആരോട് പറഞ്ഞാലും എടുക്ക് വിശ്വാസമാവില്ലേ. ഇതേ നോക്കിയ മൊത്തം ഇരുട് മൂടി കെട്ടിയപ്പോ ഇത്ര നേരം കണ്ട കാഴ്ച നിങ്ങൾ കണ്ടതല്ലേ. മൊത്തം വെയിലായിട്ട് കണ്ണ് തുറക്കാൻ പറ്റാത്ത അത്രയും വെയിലുമായിരുന്നു, അതേമാതിരി ചൂടുമായിരുന്നു. ഇപ്പൊ മൊത്തത്തിൽ മാറി. നല്ല ഇരുട് പിടിച്ച് നല്ല ഇടിവെട്ട് മഴ. ഉച്ചക്ക് ശേഷം ഇവിടെ എങ്ങനെയാണ് കേട്ടോ. നോക്കിയേ, കണ്ടോ, നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതിശക്തമായ മഴ. നമ്മളെന്തായാലും നമ്മുടെ പരിപാടി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ കോൺക്രീറ്റ് പ്ലാന്റിലൊക്കെ ഇപ്പോൾ കോൺക്രീറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്ര നേരം ചുട്ടുപഴുത്ത് നിന്ന വണ്ടിയാണ് ഇപ്പോൾ ഒന്ന് തണുത്ത് കാണും. വണ്ടിക്ക് ഒരു ആശ്വാസമായി കാണും കേട്ടോ. അതേമാതിരി ചൂടായിരുന്നു. ഇപ്പൊ ആണെങ്കിൽ ഇതേ ഇടിവെട്ട് മഴയും. എന്താ മഴ. അതേവിടെയൊക്കെ മൊത്തം വെള്ളമായി. നല്ല തകർപ്പ മഴയാണ് കേട്ടോ പെയ്യുന്നത്. നമ്മുടെ ലോഡർ അതാ അവിടെ പണിയിലാണ്. ഇടിവെട്ട് മഴയാണ് കേട്ടോ. എത്ര എത്ര ചെറിയൊരു സമയം കൊണ്ടതറിയാമോ ഈ കാലാവസ്ഥ ഇങ്ങനെ മാറുന്നത്. ഇപ്പൊ ചിലപ്പോ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വെയിൽ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ലോഡർ അതാ അവിടെ നല്ല കാര്യമായ പണിയിലാണ്. നല്ല തകർപ്പം മഴ കേട്ടോ. അങ്ങനെ ഇരുണ്ട് മൂടിക്കെട്ടിയ മഴക്കാറൊക്കെ പോയി. വീണ്ടും വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതേ നേരത്തെ പെയ്ത മഴയില് കുത്തി ഒലിച്ച് വരുന്ന വെള്ളക്കെട്ടാണ് ഈ കാണുന്നത്. മൊത്തം വെള്ളക്കെട്ടാണ്. കണ്ടോ, ആർമയങ്ങളൊക്കെ ഇതേ അങ്ങോട്ട് നീങ്ങിപ്പോയിട്ടുണ്ട്. നമ്മളിപ്പോഴും ലോഡിങ് തന്നെയാണ് കേട്ടോ. സുഹൃത്തുക്കളെ, നമ്മുടെ പരിപാടിയൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. മൊത്തം ഒരു ഇടിവെട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നേരത്തെ. അപ്പോൾ ഈ സ്ഥലം കണ്ടാൽ തന്നെ ഇതേ മഴ പെയ്താണെന്ന് പറയേയില്ല. അത്രയും ഡ്രൈ ആയി പോയി. കാരണം മഴയ്ക്ക് ശേഷം നല്ല ഇടിവെട്ട് വെയിലാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാന്റും കാര്യങ്ങളൊക്കെ തന്നെ മൊത്തം ശാന്തമായി കഴിഞ്ഞു കേട്ടോ.